നമസ്കാരം. ടെക്നോളജി അതിവേഗം വികസിപ്പിച്ചതോടെ ഫീച്ചർ ഫോണുകളും അത്യാധുനിക സംവിധാനങ്ങളുമുള്ള സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സിം കാർഡുകൾ ഉപയോഗിച്ച് പല വിധങ്ങളായ തട്ടിപ്പുകളാണ് നിത്യേന നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ പേരിൽ വ്യാജ സിം കാർഡുകൾ എടുത്തും സിം കാർഡുകളുടെ നിയന്ത്രണം കൈക്കലാക്കിയുമെല്ലാം തട്ടിപ്പുകൾ ദിവസവും നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ സാങ്കേതിക വിദ്യയിലെ മാറ്റത്തിനൊപ്പം ഹാക്കർമാരുടെ രീതികളിലും മാറ്റം വന്നിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾ ഭൂരിഭാഗവും ഡുവൽ സിം ഉപയോഗിക്കുന്നതിനാൽ സിം കാർഡ് വിൽപ്പനയിലും വർധനവ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സിം കാർഡ് തട്ടിപ്പിനായി ഉപയോഗിക്കുന്നുണ്ടാകാമെന്ന് വേണമെങ്കിൽ പറയാം. ഉപയോക്താവിന്റെ ഡാറ്റയും പണവും കൈക്കലാക്കാൻ ഹാക്കർമാർ ഈ സിം പ്രൊഫൈലുകൾ ഉപയോഗിക്കുന്നുവെന്നാണ് മറ്റൊരു കണ്ടെത്തൽ. ഹാക്കിങ്ങിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാവുന്ന തട്ടിപ്പാണ് സിം സ്വാപ്പിംഗ് സ്കാം. ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞാൽ നിങ്ങളുടെ സിം കാർഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സമ്പാദിച്ച് തട്ടിപ്പിന് ഉപയോഗിക്കുന്ന രീതിയാണ് സിം സ്വാപ്പിംഗ്. തട്ടിപ്പുകാർ നിങ്ങളുടെ സിം കാർഡിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതാണ് സിം സ്വാപ്പിംഗ് രീതി. ഇത് ചെയ്യണമെങ്കിൽ പക്ഷെ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ അറിയാൻ തട്ടിപ്പുകാർക്ക് സാധിക്കണം. ഫോണിലൂടെയോ ഇന്റർനെറ്റിലൂടെയോ ആണ് സാധാരണഗതിയിൽ ഇത്തരക്കാർ സേവനദാതാക്കളെ സമീപിക്കുന്നത്. ലോക്കൽ സ്റ്റോറുകളിൽ പോയും ഇങ്ങനെ സിം കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കും. യഥാർത്ഥ ഉടമ അറിയാതെ ഫോൺ നമ്പർ മറ്റൊരു സിമ്മിലേക്ക് മാറ്റുകയും അതിലേക്ക് വരുന്ന OTP ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതുമാണ് തട്ടിപ്പുകാരെ പ്രധാന ലക്ഷ്യം. സിം പ്രവർത്തനരഹിതമായാൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഉപയോക്താവിന് പെട്ടെന്ന് സാധിക്കുകയുമില്ല. ഈ സൗകര്യവും തട്ടിപ്പുകാർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. തട്ടിപ്പുകാരുടെ മറ്റൊരു രീതിയാണ് ഈ സിം ഹാക്കിംഗ്. സാധാരണ സിം കാർഡുകൾക്ക് പകരം ഉപയോഗിക്കാവുന്ന എംബഡഡ് സിം ആണ് ഈ സിമ്മുകൾ. ഐഫോണുകൾ ഉൾപ്പെടെ പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും ഈ സിം സൗകര്യമുണ്ട്. ഈ സിം ഉപയോഗിച്ചാൽ ഫോണിൽ ഫിസിക്കൽ സിം കാർഡുകൾ ഉപയോഗിക്കേണ്ടതില്ല. ഉപയോക്താവിന് ടെലികോം സേവനദാതാക്കളെ നേരിട്ട് ബന്ധപ്പെടാതെ തന്നെ ഒരു ഈ സിം കണക്ടിവിറ്റി എടുക്കാൻ കഴിയും. ടെലികോം കമ്പനികൾക്ക് ദൂരെ നിന്നുകൊണ്ട് തന്നെ അവ പ്രോഗ്രാം ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഈ സിം കണക്ഷൻ മറ്റൊരു ഡിവൈസിലേക്ക് മാറ്റാനുമെല്ലാം സാധിക്കും. ഇങ്ങനെയാണ് ഈ സിമ്മിന്റെ നിയന്ത്രണം ഹാക്കർമാർ കൈക്കലാക്കുന്നത്. ഇത് തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇടവിട്ട സമയങ്ങളിൽ പാസ്വേഡുകൾ മാറ്റണം. അക്കൗണ്ട് വിവരങ്ങൾ ഇടയ്ക്കിടെ പരിശോധിക്കുകയും ചെയ്യണം. അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ നടക്കുന്നതായി ബോധ്യപ്പെട്ടാൽ ഉടനടി തന്നെ ബാങ്കിനെ സമീപിക്കണം. 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ സെക്യൂരിറ്റി സൗകര്യങ്ങൾ ഉപയോഗിക്കണം. ഇതിലൂടെ നമ്മുടെ സിമ്മിന്റെ വിവരങ്ങൾ സുരക്ഷിതമായിരിക്കും. ശക്തമായ പാസ്വേഡ് നൽകാൻ ശ്രമിക്കണം. ഇമെയിലുകളും മെസ്സേജുകളും ജാഗ്രതയോടെ വേണം പരിശോധിക്കാൻ. ഇവയിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഡൊമൈൻ നെയിമുകൾ ശരിയാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. വിചിത്രമായി തോന്നാവുന്ന ലിങ്കുകളുടെ കാര്യത്തിലും അറ്റാച്ച്മെന്റുകളുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. ഫോണിൽ സിഗ്നൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ എന്ന ഓപ്പറേഷൻ വിഭാഗത്തിന്റെ നമ്പറായ 1930 എന്ന നമ്പറിൽ വിളിക്കണം. ഉടൻ അറിയിച്ചാൽ നഷ്ടപ്പെട്ട പണം ബാങ്കിൽ തടഞ്ഞു വെക്കാനെങ്കിലും സാധിക്കും.